ഒരു ഉമ്മ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, എന്റെ പേരക്കുട്ടി ഇന്നലെ മരിച്ചു ഉസ്താദ്. ഞങ്ങൾ ഒരുപാട് അവളെ തെരഞ്ഞു. അവസാനം ഞങ്ങളുടെ തറവാട് വീട്ടിലെ കുളത്തിൽ അവളിങ്ങനെ മരിച്ച് കമഴ്ന്ന് കിടക്കുകയാണ്. എന്റെ മോള് നേരെ ഇറങ്ങി, ആ കുട്ടിന്റെ ഉമ്മ നേരെ ഇറങ്ങിയിട്ട് അവൾ എടുത്തു, വയറിലൊക്കെ ഞെക്കിയൊക്കെ ക്ലീനാക്കി. അവര് പറഞ്ഞു, കരയാതെ പറഞ്ഞു അവള് മരിച്ചിട്ടുണ്ട് ഉമ്മ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന്റെ ശേഷം ജനാസയൊക്കെ നിസ്കരിച്ച് ആളുകളുടെ കയ്യിലേക്ക് അവള് മയ്യത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ കുട്ടിന്റെ റൂഹ് ഇങ്ങനെ പോണുണ്ടാകുപ്പോ എന്ന് പറഞ്ഞു. അവളൊരു റൂമില് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അവള് കരയണില്ല, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവരോടൊന്ന് വന്ന് സംസാരിക്കണം. ഞാൻ ആ വീട്ടിൽ പോയി ചെന്നപ്പോ തന്നെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ ഉള്ളിൽ ഞാന് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളൊന്നും പീസ് റേഡിയോ എന്നൊക്കെ കേട്ട ഒരു ഹദീസ് ഉണ്ട്. കുട്ടി മരിക്കുന്ന ഉമ്മ മരിക്കുന്ന നേരത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയാൽ സ്വർഗ്ഗത്തിലൊരു വീടുണ്ട് എന്നാണല്ലോ. അത് കിട്ടാനുള്ള പരിശ്രമമാണ് ഉസ്താദ്, അത് കിട്ടാനുള്ള പരിശ്രമമാണ്. നോക്ക് നിങ്ങൾ, അവര് ബോധം കെട്ടില്ല, അവർക്ക് ട്രിപ്പ് ഇടേണ്ടി വന്നില്ല. 7ഉം 8ഉം മയ്യത്തുകൾ ഒന്നിച്ച് നിസ്കരിക്കേണ്ടി വന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് എങ്ങനെ പിന്നെയും ജീവിക്കാൻ പറ്റുന്നു? അവരെങ്ങനെ ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുന്നു? അത് അവരുടെ ഉള്ളിൽ പരലോകത്തെക്കുറിച്ച ബോധ്യം നൽകുന്ന കരുത്താണ് എന്ന കാര്യം നമുക്ക് ഓർത്തു വെക്കാൻ പറ്റണം.